നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ഉള്ളതെല്ലാം കടലെടുത്തവർക്ക് ഭൂമിയും വീടും ജീവിതമാർഗവും നൽകണമെന്നാവശ്യപ്പെട്ട് AITUC നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികളുടെ ധർണ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ല് കൊടുത്തിട്ട് സർക്കാരിന്റെ കനിവിനായി കൈ നീട്ടി കർഷകർ. റാണി ചിത്തിര കായൽ നിലങ്ങളിൽ കൃഷി ഇറക്കുവാനുള്ള തീരുമാനം കുട്ടനാട് വികസന ഏജൻസിയെ അറിയിച്ചിട്ടില്ലെന്ന് വെളിയനാട് മാത്തച്ഛൻ. വാർത്തകൾ വിശദമായി. കടൽക്ഷോഭ കേന്ദ്രങ്ങളിൽ പുലിമുട്ട് നിർമ്മിക്കുക, ദുരിതബാധിതർക്ക് ഭൂമിയും വീടും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. പുരുഷോത്തമൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. KT വിൻസെന്റ് അധ്യക്ഷനായി. നിത്യവൃത്തിക്ക് വകയില്ലാത്ത രീതിയിൽ കഴിച്ചുകൂടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവർക്ക് പരിഗണനാ വിഷയമേ. ഈ നിലപാടിന് മാറ്റം വന്നേ മതിയാവും. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോയി മത്സ്യം പിടിക്കുക എന്നതാണ് ഉപജീവന മാർഗം. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, MK ഉത്തമൻ, TK ചക്രപാണി, കമലാദേവി തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും കർഷകന്റെ പോക്കറ്റിലേക്ക് ഇതുവരെ പണം എത്തിയിട്ടില്ല. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലുമായി 197 കോടി രൂപയാണ് സംഭരിച്ച നെല്ലിന്റെ വകയിൽ സപ്ലൈകോ നൽകുവാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കുട്ടനാടൻ മേഖലയിൽ കർഷകർ പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് എത്രയും വേഗം നെല്ലുവില നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ എന്ന് നൽകുമെന്ന് സർക്കാർ കൃത്യമായ ഉറപ്പും നൽകിയിട്ടില്ല. ഈ തുക വിതരണം ചെയ്യുന്നതിനായി 60 കോടി രൂപയുടെ സഹായമാണ് സപ്ലൈകോ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ കർഷകരിൽ നിന്നാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചിരിക്കുന്നത്. 400 കോടി രൂപയാണ് സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ചതിന്റെ ഇനത്തിൽ സപ്ലൈകോ നൽകുവാനുള്ളത്. 76 കോടി രൂപ അപ്പർ കുട്ടനാട്ടിലെ കർഷകർക്ക് തന്നെ വിതരണം ചെയ്യുവാനുണ്ട്. അതേസമയം രണ്ടാം കൃഷി ഇറക്കുവാൻ പണമില്ലാത്തതിനാൽ പല പാടശേഖരങ്ങളിലെയും കർഷകർ രണ്ടാം കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ്. നെല്ലുവില ഇന്നു നൽകും നാളെ നൽകുമെന്ന് പറഞ്ഞ് കർഷകരെ പറ്റിക്കുന്ന ഇടപാടാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. മാർച്ച് 20 വരെ സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ തുക മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്തിരിക്കുന്നത്. കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് 10 വർഷം മുമ്പ് സപ്ലൈകോ നെല്ല് സംഭരണം ആരംഭിച്ചത്. നെല്ല് സംഭരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സപ്ലൈകോ പറഞ്ഞിരുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ പണം നൽകുമെന്നാണ്. സപ്ലൈകോ നെല്ല് സംഭരണം ആരംഭിച്ച് 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും 2 ആഴ്ച പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും തുക വിതരണം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നെൽച്ചെടികൾ നടീച്ചിൽ പരുവം കഴിഞ്ഞു. ഇനി കളപറിക്കും, വിഷമടിക്കും, വളവിടിയിലുമുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന കർഷകന്റെ വേദന എന്തുകൊണ്ടാണ് സപ്ലൈകോയും സർക്കാരും കണ്ടില്ലെന്ന് നടിക്കുന്നത്? ക്യാമറമാൻ മർഡോണയ്ക്കൊപ്പം സാനു, KCB ന്യൂസ്. റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ കൃഷി നടത്തുവാൻ ചേർന്ന യോഗത്തിൽ കുട്ടനാട് വികസന ഏജൻസിയെ പങ്കെടുപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ഛൻ ആവശ്യപ്പെട്ടു. ഇത് കാർഷിക മേഖലയോട് കാട്ടിയ അവഹേളനമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കുട്ടനാട് വികസന ഏജൻസിയെ അറിയിക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്വം ആലപ്പുഴ ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കുണ്ട്. ജില്ലാ കളക്ടർ N. പത്മകുമാർ ചെയർമാനും വൈസ് ചെയർമാനായി താനും സെക്രട്ടറി ജില്ലാ കൃഷി ഓഫീസറുമാണെന്നിരിക്കെയാണ് ഈ അവഗണനയെന്നും വെളിയനാട് മാത്തച്ഛൻ പറഞ്ഞു. കുട്ടനാട് വികസന ഏജൻസിയുടെ പരിധിയിൽ വരുന്ന റാണി ചിത്തിര കായൽ നിലങ്ങളിൽ കൃഷി ഇറക്കുവാനുള്ള തീരുമാനം പ്രശംസനീയമാണ്. അതേസമയം ഈ സാഹചര്യത്തിൽ ഏജൻസിയെ ഒഴിവാക്കിയത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട് വികസന ഏജൻസിയുടെ പരിധിപ്പെട്ട റാണി ചിത്തിര കായലാണ്. അത് വികസന ഏജൻസി എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കാതെ കൊണ്ട് നടത്തിയ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാർഷിക മേഖലയിൽ ആലപ്പുഴ ജില്ലയിൽ എന്തെല്ലാം പ്രവർത്തനം ഉണ്ടെങ്കിലും കാർഷിക മേഖലയെ വികസന ഏജൻസി എന്ന നിലയ്ക്ക് വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കുണ്ട്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടായില്ല. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായിരുന്നു. ബ്ലേഡ് പരിശീലകർക്കെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതികളുടെ പ്രവാഹം. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി KK ബാലചന്ദ്രൻ നടത്തിയ അദാലത്തിലാണ് പരാതികളുമായി നിരവധി പേർ എത്തിയത്.
ബ്ലേഡ് മാഫിയകളുടെ പീഡനങ്ങൾക്കും കൊള്ളപ്പലിശക്കാർക്കുമെതിരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികളുമായി അദാലത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. രാവിലെ മുതൽ ആലപ്പുഴ ജില്ലാ പോലീസ് ചീഫ് കെ ബാലചന്ദ്രൻ നേരിട്ട് പരാതികൾ സ്വീകരിച്ചു. ഓപ്പറേഷൻ കുബേരയുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ തലത്തിലും മറ്റുമാണെന്ന് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കിന് കുറച്ചുകൂടി സ്വകാര്യത വരട്ടെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഉന്നത നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ്റെ ഈ അദാലത്ത് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സംഘടിപ്പിച്ചതിൽ വളരെ നല്ല പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ അദാലത്തിൻ്റെ ഇതുവരെയുള്ള ഒരു അസസ്മെന്റ് അനുസരിച്ച് ചിട്ടി കമ്പനികളുടെ പേരിലാണ് ഏറെയും പരാതികൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ ഓപ്പറേഷൻ ഇൻഡിവിജ്വലായിട്ടുള്ളത് വളരെ കുറവാണ്. കാരണം ഞങ്ങൾ ഇവിടെ തന്നെ ഒരു 1000ഓളം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ. പനി പടരുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലെന്ന ആരോപണം ശക്തമാവുന്നു. വൈറൽ പനിക്കൊപ്പം എലിപ്പനിയും ഭീതി സൃഷ്ടിച്ച് പടരുമ്പോഴും ഇതിനുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രിയിൽ കിട്ടാനില്ല. പനി മൂലം വിറയ്ക്കുന്ന പാവങ്ങൾക്ക് മരുന്ന് നിഷേധിച്ച് ഇവരെ സ്വകാര്യ ചൂഷണത്തിന് ഇരയാക്കുകയാണ്. പനിയും പകർച്ചവ്യാധിയും ഏറെ വർദ്ധിച്ചിട്ടും സർക്കാർ ആശുപത്രികളിലെ മരുന്ന് വിതരണം തീർത്തും അപര്യാപ്തമാണ്. എലിപ്പനിക്കുള്ള ഡോക്സിസൈക്ലിൻ എന്ന മരുന്നാണ് സർക്കാർ ആശുപത്രികളിൽ നിലവിൽ രൂക്ഷമായ ക്ഷാമം നേരിടുന്നത്. ഭൂരിഭാഗം ആശുപത്രികളിലും ഈ മരുന്ന് സ്റ്റോക്കില്ല. ജൂലൈ കഴിഞ്ഞ് ഈ മരുന്നിനുള്ള അടുത്ത ടെൻഡർ ക്ഷണിക്കൂ. അതുവരെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുവാനാണ് സാധ്യത. പ്രതിരോധ മരുന്നായും ഡോക്സിസൈക്ലിൻ ഉപയോഗിക്കാറുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് മുൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പ്രാദേശിക പ്രതിവാര ക്ലിനിക്കുകളും ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ഒരു മരുന്നും ഈ ക്ലിനിക്കുകൾ വഴി നൽകാത്തതിനാൽ രോഗികൾ എത്തുന്നുമില്ല. മഴക്കാലത്ത് പനിയും പകർച്ചവ്യാധികളും തടയാൻ പഞ്ചായത്തുകൾ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ പാളിച്ചകളാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ പണിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയത്. മഹാത്മാ അയ്യൻകാളിയുടെ പരിനിർമ്മാണ ദിനത്തിൽ പൊതു അവധി നൽകണമെന്ന് KPMS കാർത്തികപ്പള്ളി യൂണിയൻ ആവശ്യപ്പെട്ടു. അയ്യൻകാളി അനുസ്മരണ യോഗത്തിലാണ് യൂണിയൻ ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ തീരമേഖലയിലുള്ള ജനങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും രൂക്ഷമായ കടൽക്ഷോഭത്തെ തുടർന്ന് പുറക്കാട്, ചെത്തി, അർത്തുങ്കൽ, അന്ധകാരനഴി, അമ്പലപ്പുഴ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്നും JSS ആലപ്പുഴ ജില്ലാ സെൻട്രൽ യോഗം ആവശ്യപ്പെട്ടു.
പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശം പലപ്പോഴും ജീവിതം വഴിമുട്ടിക്കുമ്പോൾ കർഷകന് കൈത്താങ്ങാവുകയാണ് വിള ഇൻഷുറൻസ്. പ്രകൃതിക്ഷോഭം മൂലം സംഭവിക്കുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ നെല്ല്, തെങ്ങ്, വാഴ, റബ്ബർ, കുരുമുളക് തുടങ്ങി പച്ചക്കറിയും പയർവർഗ്ഗങ്ങൾ വരെയും ഇൻഷൂർ ചെയ്യാം. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഭൂമികുലുക്കം, കടലാക്രമണം തുടങ്ങി പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പദ്ധതിയുടെ സംരക്ഷണം ലഭിക്കും. ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന കൃഷിഭവൻ മുഖേനയാണ് പഞ്ചായത്ത് തലത്തിൽ വിള ഇൻഷുറൻസ് നടപ്പാക്കുന്നത്. പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത ഫോറത്തിൽ അപേക്ഷ നൽകണം. 1 വർഷത്തേക്ക് തെങ്ങൊന്നിന് 2 രൂപയാണ് പ്രീമിയം, 3 വർഷത്തേക്ക് 5 രൂപയും അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ സർക്കാർ ഓരോ വിളയ്ക്കും നിശ്ചിത പ്രീമിയം തുകയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകന് പോളിസി ലഭിക്കും. പ്രീമിയം തുക അടച്ച 7 ദിവസത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൽ വിളനാശം സംഭവിക്കുകയാണെങ്കിൽ കർഷകന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. സ്വന്തമായോ പാട്ടത്തിനോ കൃഷിയിറക്കുന്ന കർഷകർക്കെല്ലാം അംഗമാകാം എന്നതാണ് വിള ഇൻഷുറൻസിന്റെ പ്രാധാന്യം. കൃഷിഭൂമിയിലെ വിള ഭാഗികമായി ഇൻഷൂർ ചെയ്യാൻ ഈ പദ്ധതിയിൽ സാധിക്കുകയില്ല. നെൽകൃഷിക്ക് ഓരോ കർഷകനും പ്രത്യേകം വിള ഇൻഷൂർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഗ്രൂപ്പ് ഫാമിംഗ് നിലവിലുള്ള പാടശേഖരങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സമിതികൾക്ക് സെക്രട്ടറിയുടെയോ പ്രസിഡന്റിന്റെയോ പേരിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വിള ഇൻഷുറൻസ് അംഗമായി ചേരാവുന്നതാണ്. നട്ട 1 മാസം കഴിഞ്ഞാൽ മാത്രമേ വാഴ, കിഴങ്ങുവർഗ്ഗ വിളകൾ തുടങ്ങിയവ ഇൻഷുറൻസിന് യോഗ്യമാകൂ. ഇൻഷൂർ ചെയ്ത കർഷകർ വിള നഷ്ടപ്പെട്ടാൽ എത്രയും വേഗം കൃഷിഭവനിൽ വിവരങ്ങൾ കാണിച്ച അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സാംസ്കാരിക വകുപ്പിന്റെ പേര് ഭേദഗതി ചെയ്ത് കലാ സാംസ്കാരിക വകുപ്പ് എന്നാക്കി മാറ്റണമെന്നും കേരള സംഗീത നാടക അക്കാദമി പ്രവർത്തനത്തിനും കലാകാര പെൻഷൻ പദ്ധതിക്കും ബജറ്റിൽ മതിയായ തുക വകയിരുത്തണമെന്നും സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കുട്ടനാട് മേഖല പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുന്ദരേശൻ നാടാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഗസ്റ്റ് മുതലുള്ള ബില്ലുകൾക്ക് 2500 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കരാറുകാർക്ക് കൊടുക്കുവാനുണ്ട്. ബഡ്ജറ്റിൽ കുടിശ്ശിക തീർക്കുവാൻ 1 രൂപ പോലും വകയിരുത്തിയിട്ടില്ല. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കരാറുകാരോട് നീതി പുലർത്തുവാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ലെന്നും സുന്ദരേശൻ നാടാർ പറഞ്ഞു. ഡേറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങ് DSR മോർത്തിനൊക്കെ പോകുന്നതിനാ. ഇവിടെയുള്ള എഞ്ചിനീയർമാർക്കൊക്കെ ഇതെല്ലാം അറിയില്ലേ ഉണ്ടാക്കാൻ. ഇപ്പൊ ആലപ്പുഴയില് ഒരു സുഹൃത്ത് പറഞ്ഞ് ഗ്രാവല് വേണമെങ്കിൽ ഒരു MPയുടെ ഗ്രാവലിന് 750 രൂപ, അത് ഇവിടുത്തെ വരുമ്പോ അതിന്റെ ഇരട്ടി കാശാവുന്നുണ്ട്. അതിലുപരി ഇപ്പോഴത്തെ സർക്കാരിന്റെ പുതിയ നിയമം ഈ പറയുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നിടത്തും കൊണ്ടിടുന്നിടത്തുമുള്ള എല്ലാ തഹസീൽദാരന്മാരുടെയും ആർഡിഒമാരുടെയൊക്കെ അനുവാദം വാങ്ങിച്ച് അത് 2 ദിവസത്തെ പെർമിറ്റ് തരും. അന്ന് മഴയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ കയറി ഇറങ്ങണം. ഇങ്ങനെ മെറ്റീരിയൽസ് കൺവേ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കരാറുകാരുടെ ഇതൊന്നും ഗവൺമെന്റ് അറിയുന്നില്ലയോ, ഡിപ്പാർട്ട്മെന്റ് അറിയുന്നില്ലയോ? അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ജോസഫ് അധ്യക്ഷനായി. സോണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി കെ ജി പ്രഭാകരൻ, തോമസ് കളരിക്കൽ, കെ രവീന്ദ്രൻ, OV കുര്യാക്കോസ്, M ബേബിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ ജൂബിലി നിറവിലെത്തിയ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ആദ്യത്തെ ഡിഗ്രി കോഴ്സായ BA എക്കണോമിക്സ് 1977-80 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് PK സദാനന്ദൻ ചീഫ് കോർഡിനേറ്ററായ 21 അംഗ കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ തോടുകളും മറ്റ് ജലാശയങ്ങളും നിറഞ്ഞു കവിയുകയാണ്. ശുദ്ധജലത്തിൽ മാലിന്യം കലരുകയും കൊതുക് പെരുകുകയും ചെയ്തതോടെ മഴക്കാല രോഗങ്ങളുടെ ഭീഷണിയാണ് കുട്ടനാട്ടുകാർ നേരിടേണ്ടി വരുന്നത്. സ്വാഭാവിക ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും കൈത്തോടുകളും അറവുശാലകളിലെയും ആശുപത്രികളിലെയും മാലിന്യങ്ങളും മറ്റ് വിസർജ്യങ്ങളും പേറുന്ന സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മഴക്കാലമാവുന്നതോടെ ഇവ കരകവിഞ്ഞൊഴുകി വീട്ടുമുറ്റങ്ങളിലെത്തുന്നതോടെ പകർച്ചവ്യാധികളുടെ തോത് വർദ്ധിക്കുവാൻ ഇടയാകും. മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടുകൾ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുവാനുള്ള താവളങ്ങളാവും. പകർന്നു പിടിക്കുന്ന പകർച്ചപ്പനികൾ അധികവും പരത്തുന്നത് കൊതുകുകളാണ്. 1 സ്പൂൺ വെള്ളം പോലും കൊതുകിന് മുട്ടയിട്ട് പെരുകുവാൻ ധാരാളമാണ്. പൂച്ചട്ടികൾ, പാത്രവും തുണികളും കഴുകുന്നയിടം, റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടകൾ ഇവയൊക്കെ കൊതുകു മുട്ടയിടുന്ന പ്രധാന സ്ഥലങ്ങളാണ്. മഴക്കാലത്തെ പകർച്ചവ്യാധികളെ തടയുന്നതിന് ആദ്യം ചെയ്യേണ്ടത് കൊതുക് നശീകരണം തന്നെയാണ്. പൊട്ടിയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ചിരട്ടകൾ, പാത്രങ്ങൾ തുടങ്ങിയവ പരിസരത്ത് വലിച്ചെറിയാതിരിക്കുക. രോഗങ്ങളെ തടയുവാൻ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ശുചിത്വം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും മഴക്കാലത്തെ രോഗങ്ങളെ തടയുവാൻ അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് KCV. പുളുങ്ങുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കൊല്ലംപറമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KG മോഹനൻപിള്ള വായനാ ദിന സന്ദേശം നൽകി. ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി ആന്റണി, അധ്യാപകരായ സിനി ചാക്കോ, ടോമി എബ്രഹാം, ഫാദർ മാത്യു ചൂരവടി എന്നിവർ സംസാരിച്ചു. PM പണിക്കർ സാർ ജനിച്ചത് 1909 മാർച്ച് 1-ാം തീയതി നീലംപേരൂർ എന്ന സ്ഥലത്താണ്. അദ്ദേഹമാണ് കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾക്ക് ഒരു സംഘടിത രൂപം ഉണ്ടാക്കിയത്. ആദ്യം നീലംപേരൂർ സനാതന ധർമ്മ ഗ്രന്ഥശാല എന്ന ഒരു ഗ്രന്ഥശാലയ്ക്ക് രൂപം നൽകിയ പണിക്കർ സാർ അദ്ദേഹം ലഭിക്കുന്ന കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളും പത്രങ്ങളും നീലംപേരൂർ ക്ഷേത്രത്തിന്റെ ആൽത്തറയിൽ വെച്ച് തന്റെ മുതിർന്നവർക്കായി അക്ഷരാഭ്യാസം വളരെ കുറഞ്ഞ ഇല്ലാത്തവരായ പാവപ്പെട്ട തൊഴിലാളികൾക്കായി, പാവപ്പെട്ട വീട്ടമ്മമാർക്കായി വായിച്ചു കൊടുക്കുമായിരുന്നു ഉച്ചത്തിൽ. ഭാരതീയ മസ്ദൂർ സംഘം കാവാലം മേഖലാ കൺവെൻഷൻ നടന്നു. ജില്ലാ സെക്രട്ടറി B രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റായി PK ബേബിച്ചൻ, വൈസ് പ്രസിഡന്റായി KG ഷാജി, സെക്രട്ടറിയായി J മനോജ് എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാവാലം ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ കാർഷിക ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തു. മെച്ചപ്പെട്ട ഉൽപാദനത്തിനും കർഷകരുടെ സർവോന്മുഖമായ പുരോഗതിക്കും ഉതകുന്ന സുസ്ഥിര കാർഷിക വികസന മാതൃക കുട്ടനാടൻ മേഖലയിൽ രൂപപ്പെടുത്തുക എന്നതാണ് മാതൃകാ കാർഷിക ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. അനുകരണീയ കാർഷിക മാതൃകകൾ സൃഷ്ടിച്ച കർഷകർക്കുള്ള സഹായ കാർഷിക ഉപകരണ വിതരണവും ശനിയാഴ്ച 11-ന് കാവാലം PH സെന്റർ ഹാളിൽ നടക്കും. തോമസ് ചാണ്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ജനാർദ്ദനൻ അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കുര തകർന്നു വീണ് ഗൃഹനാഥനും 3 വയസ്സുകാരി മകൾക്കും പരിക്കേറ്റു. കുന്നുമ്മ വില്ലേജിൽ വൈപ്പത്തറ വീട്ടിൽ സിബിച്ചനും മകളുമാണ് നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടടുത്തുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ ആസ്പെറ്റോസ് മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. സിബിച്ചനും മാതാപിതാക്കളും ഭാര്യയും 3 പെൺകുട്ടികളും ആ സമയം വീട്ടിലുണ്ടായിരുന്നു. മേൽക്കൂര പൊട്ടിയ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഓടിയതുകൊണ്ടാണ് ദുരന്തം ഒഴിവായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ സിബിച്ചന്റെ ഏക വരുമാനം കൊണ്ടും പലരിൽ നിന്നും കടം വാങ്ങിയുമാണ് വീട് വെച്ചത്. വീട് പുതുക്കി പണിയാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ യുവാവ്. വീട് തകർന്നത് കാട്ടി കുന്നുമ്മ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് സിബിച്ചൻ പറഞ്ഞു. എടത്വ വിദ്യാ വിനോദിനി ഗ്രന്ഥശാലയുടെ 67ാമത് വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്കായുള്ള അവാർഡ് ദാനവും ഞായറാഴ്ച 3-ന് ഗ്രന്ഥശാല അങ്കണത്തിൽ നടക്കും. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം കുര്യൻ മാത്യു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുളിങ്കുന്ന് 5-ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ദൈവദശക ശതാബ്ദി ആഘോഷവും കുടുംബസംഘവും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് ശാഖ അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കുട്ടനാട് യൂണിയൻ സെക്രട്ടറി PP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ഇനി ചരമ വാർത്തകൾ. എടത്വ കടമ്മാട് മങ്കൊട്ടച്ചിറ പണിക്കർ ഗംഗാധരൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉള്ളതെല്ലാം കടലെടുത്തവർക്ക് ഭൂമിയും വീടും ജീവിതമാർഗവും നൽകണമെന്നാവശ്യപ്പെട്ട് AITUC നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികളുടെ ധർണ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ല് കൊടുത്തിട്ട് സർക്കാരിന്റെ കനിവിനായി കൈ നീട്ടി കർഷകർ. റാണി ചിത്തിര കായൽ നിലങ്ങളിൽ കൃഷി ഇറക്കുവാനുള്ള തീരുമാനം കുട്ടനാട് വികസന ഏജൻസിയെ അറിയിച്ചിട്ടില്ലെന്ന് വെളിയനാട് മാത്തച്ഛൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.